ഈ 16-ാം തീയതി ചൊവ്വാഴ്ച സംയുക്ത സമര നേരത്തിൽ ബസ് സമരം ആരംഭിച്ചത്. അപ്പോൾ ഈ സമരം പൊളിക്കാനായിട്ട് ഒരു മുതലാളിമാർ വന്നപ്പോൾ ഞങ്ങളതിനെ സമരത്തിൻ്റെ രീതിയിൽ തന്നെ നേരിട്ടു. വൈകുന്നേരം ഒരു 4 മണി സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ പണിയുന്ന തൊഴിലാളികളെ തന്നെ ബസ്സുകാർ ഞങ്ങൾ തടുത്തു. അത് പ്രശ്നത്തിന് ഫലപ്രയോജനം പോയിരുന്നില്ല. ഞങ്ങൾ തടുത്ത് ലാസ്റ്റ് ബസ് ഓണേഴ്സിൻ്റെ സെക്രട്ടറി വി ഒ ഡേവിസ്, ജോയിൻറ്റ് സെക്രട്ടറി ജിജോ ജോണി, ഇവർ രണ്ടാളും വണ്ടിക്കകത്തിരുന്ന് ഗ്ലാസിൻ്റെ കൈമേലേക്ക് മനഃപൂർവ്വം അവർ കാണുന്നത് മനഃപൂർവ്വം കൈമേൽ തരാറുണ്ട്. കൈ മുറിഞ്ഞിട്ടുണ്ട്, 7 സ്റ്റിച്ചുണ്ട്. അതിന് കൂലി വർധനവിൻ്റെ സമരമായിരുന്നു. അപ്പോൾ അത് എഗ്രിമെൻറ്റ് പുതുക്കി തരത്തിലുള്ള സാധനങ്ങൾ ഒരു സമരം നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് 16-ാം തീയതി അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കാലടി, അത്താണി, കൊരട്ടി മേഖലയിലെ പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പുതുക്കി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളി യൂണിയനുകൾ നോട്ടീസ് കൊടുത്തിരുന്നു. ഇവരുടെ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞത് 2024 സെപ്റ്റംബർ മാസം കാലാവധി അവസാനിച്ചതാണ്. 1 വർഷമായിട്ട് കൂലി കൂട്ടി തരാതിരുന്നപ്പോഴാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്ത് ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും തൊഴിൽ ഉടമകളുടെ ബസ് ഉടമകളുടെ പിടിവാശി മൂലം ഈ കൂലി വർധനവ് നടപ്പിലായില്ല. അങ്ങനെ നമ്മൾ 18-ാം തീയതി ഓഗസ്റ്റ് മാസം 18-ാം തീയതി സൂചന പണിമുടക്ക് നടത്തുകയുണ്ടായി. അങ്ങനെ വീണ്ടും ചർച്ച നടത്തിയപ്പോൾ ബസ് ഉടമകൾ പറയുന്നത് അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ തൊഴിലാളിയുടെ കൂലി വർദ്ധിപ്പിക്കുന്നുള്ള ഒരു ബാലിശമായ, ഒരിക്കലും നടക്കാത്ത ഒരു ഡിമാൻഡാണ് അവർ വെച്ചിട്ടുള്ളത്. അത് അങ്കമാലി, കാലടി, അത്താണി മേഖലയിലെ കൊരട്ടി മേഖലയിലെ തൊഴിലാളി വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. അത് നയപരമായി ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞ് തൊഴിലാളികളുടെ ന്യായമായ ഈ കൂലി വർധനവ് നടപ്പിലാക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ തൊഴിലുടമകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് 11-ാം തീയതി മുതൽ നമ്മളെല്ലാം നിയമാനുസൃതമായ നോട്ടീസുകളൊക്കെ നൽകിക്കൊണ്ടാണ് സൂചന പണിമുടക്ക് നടത്തി. അതിനുശേഷം 1-ാം തീയതി നമ്മൾ 11-ാം തീയതി മുതൽ സമരം നടത്തും, അനിശ്ചിതകാല പണിമുടക്ക് നടത്തും എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. എന്നിട്ടും ഈ ചർച്ചയിൽ ബന്ധപ്പെട്ട DLOയും അതുപോലെ തന്നെ അങ്കമാലി സർക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ അടങ്ങുന്ന ടീമിൽ ചർച്ച നടത്തിയിട്ടും ഇവരുടെ പിടിവാശി അവസാനിപ്പിച്ചില്ല. ഞങ്ങൾ അവസാനം DLO പറഞ്ഞ 400 രൂപയ്ക്ക് നമ്മൾ ഇത് വർധനവ് അംഗീകരിച്ചതാണ്. പക്ഷേ അതിനകത്ത് പോലും തൊഴിലുടമകൾ ഒപ്പിടാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അനിശ്ചിത പണിമുടക്കായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സമരത്തെ പൊളിക്കാൻ ബസ് ഉടമകൾ അവർ ഗുണ്ടായുസം കാണിച്ച് അവരുടെ പിണിയാളുകളായ പണിക്കാരെ ഉപയോഗിച്ച് സർവീസ് നടത്തിയപ്പോഴാണ് ഒരു വ്യവസ്ഥാപിത മാർഗത്തിലൂടെ തൊഴിലാളികൾ അവരെ ബസ് തടയുന്ന ഒരു സമര രീതി അവലംബിച്ചു. പക്ഷേ ഉടമകൾ തന്നെ ബസ്സിൻ്റെ ചില്ല് പൊട്ടിച്ച് തൊഴിലാളികളുടെ മേൽ കുറ്റം ചാരുന്ന സമീപനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ തൊഴിലാളി ലൈജുവിന് INTUC തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ്റെ കൈക്ക് ബസ് ഉടമകൾ തട്ടിയിട്ട ചില്ല് വീണ് ഗുരുതരമായി പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായി. രക്തം ചീറ്റുകയായിരുന്നു. 7 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കണം, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. ഇദ്ദേഹത്തിന് പണിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇയാൾക്ക് ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ തൊഴിലാളികൾ സംയുക്തമായി ഇതിനെതിരെ രംഗത്ത് വരും, സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകും.